എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അതായത് മുടിയുടെ ആ ഒരു മുടി കൊഴിച്ചിലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം മുടി കൊഴിഞ്ഞത് അതിൻ്റെ റീസൺസ് ഒക്കെ ഡീറ്റെയിൽഡായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് താരൻ കാരണമാണ് അത്രത്തോളം എനിക്ക് ആ ഒരു മുടി കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ താരൻ്റെ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഷാമ്പു വാഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഉള്ള മുടി കൊഴിച്ചിലും കൂടി ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ ഒരു തവണ ഡാൻഡ്രഫിൻ്റെ പാക്ക് ഇട്ടിട്ട് ഉള്ള ഒരു റിസൾട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം എൻ്റെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഫുള്ള് പോയി കേട്ടോ. സ്കാൽപ്പിലുള്ള ആ ഒരു ഡാൻഡ്രഫ് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ഡാൻഡ്രഫ് ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അതിന് ഡാൻഡ്രഫ് ഇപ്പം പോകാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ചെയ്തു കൊടുത്തതെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഡാൻഡ്രഫ് കാരണം വിഷമിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡാൻഡ്രഫൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. അപ്പം ഈ ഒരു ഡാൻഡ്രഫ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. ഇത്തിരി നാൾ ഞാനൊന്ന് കെയർ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ ടപ്പയിൽ തന്നെ എൻ്റെ ഡാൻഡ്രഫൊക്കെ വന്ന് വീണ്ടും എനിക്ക് മുടി കൊഴിച്ചിൽ സ്റ്റാർട്ടാകും, ചൊറിച്ചിൽ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. കൂടാതെ പിരികം കൊഴിയാൻ തുടങ്ങും. ഇപ്പോൾ പിരികത്തിലും ഫേസിലും ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ, അതായത് പനി പിടിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ എൻ്റെ ഫേസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അതായത് 2 പനിക്കാരും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ഫേസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ ഫേസിൽ ഒരു ഡാൻഡ്രഫൊക്കെ വീണ് അതിൻ്റെ പൊടിയൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രശ്നങ്ങളായിരുന്നു എനിക്ക് ആ ഒരു താരൻ വന്നിട്ട്. അതുപോലെ തന്നെ എൻ്റെ പുരികം കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലൊക്കെ നന്നായിട്ട് പിരികം പോയി. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക്, അതായത് ഞാൻ തന്നെ കണ്ടുപിടിച്ച എൻ്റെ പാക്ക്, അപ്പോൾ ഈ ഒരു പാക്ക് അല്ലാണ്ട് എനിക്ക് വേറൊരു പാക്കുകളും വേറൊരു ഹെയർ ഓയിലുകളും എനിക്ക് ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂവിൽ എന്നെ സഹായിച്ചിട്ടില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് കാര്യമെന്ന് പറയുന്നത്. എനിക്ക് ഞാൻ ഒരുപാട് ഹെയർ ഓയിലുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹെയർ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വർക്കായില്ല. ഈവൻ ഞാൻ ഡോക്ടേഴ്സിനെ, അതായത് ആയുർവേദ ഡോക്ടേഴ്സിനെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. ഈ ഒരു ഡാൻഡ്രഫ് എനിക്ക് ഒന്നുകൊണ്ടും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ഡോക്ടേഴ്സിനെയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. എനിക്ക് ആയുർവേദത്തിലായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആയുർവേദ ഡോക്ടറെയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് ഓയിലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവസാനം എനിക്ക് തല പൊതിച്ചിൽ സജസ്റ്റ് ചെയ്തു. അങ്ങനെ തല പൊതിച്ചിലൊക്കെ ചെയ്തു നോക്കി. അപ്പോൾ ഞങ്ങൾ അത്രയും എമൗണ്ടൊക്കെ കൊടുത്തിട്ട് അത് ചെയ്യണമെങ്കിൽ എനിക്ക് അത്രത്തോളം രൂക്ഷമായിരുന്നു എൻ്റെ ഒരു പ്രശ്നം. അതായത് ഹെയർ ഫോൾ ഒരു രക്ഷയില്ല, തല ചൊറിച്ചിലിന് ഒരു രക്ഷയില്ല, ഒന്നുകൊണ്ടും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ എന്തൊക്കെ ചെയ്തിട്ടും മാറാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു 7 ദിവസം അത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 7 ദിവസം കൊണ്ട് എൻ്റെ ഒരു കംപ്ലീറ്റ് ഡാൻഡ്രഫ് അന്ന് പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ലൈഫിൽ ഫസ്റ്റായിട്ടാണ് എനിക്ക് ആ ഒരു ഡാൻഡ്രഫ് അത്രയും പോയി കിട്ടിയ ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു തലപ്പൊതിച്ചിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ആയിരുന്നു കേട്ടോ. അതുവരയ്ക്കും എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിനുള്ളിൽ തന്നെ എനിക്ക് അഗെയിൻ എൻ്റെ ഈ ഒരു ഡാൻഡ്രഫ് ഇഷ്യൂ ശക്തമായി തന്നെ തിരിച്ചു വന്നു എന്ന് പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, ഇതിനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായി. അപ്പം ഞാൻ സ്വയം കുറേ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതായത് ഹെയർ ഓയിൽ പാക്കുകൾ കാര്യങ്ങളൊക്കെ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് എനിക്കൊരു ഐഡിയ, കുറച്ച് തിക്കായിട്ടുള്ള ഒരു പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് കുറച്ചെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് എനിക്കൊരു ഐഡിയ തോന്നി.
അതിവിടെ നിന്നാണെന്ന് വെച്ചാൽ ആ ഒരു തലപൊതിച്ചിലിൻ്റെ ഇതിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു തിക്കായിട്ടുള്ള ഒരു പാക്കല്ലേ നമുക്ക് തലയിൽ മൊത്തം കവർ ചെയ്ത് തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു എന്തുപയോഗിച്ചൊരു തിക്ക് പാക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു റിസൾട്ട് കണ്ടെത്താമെന്ന് ഞാൻ സ്വയം ഒന്ന് ശ്രമിച്ചു നോക്കി. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഡാൻഡ്രഫിൻ്റെ പാക്കിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നത് കേട്ടോ. അപ്പം ആദ്യം ഞാനതിൽ കുറച്ചൊക്കെ ആഡ് ചെയ്ത് നോക്കി, അതൊന്നും എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മെയിനായിട്ട് ഇതിൽ നമുക്ക് ഡാൻഡ്രഫിനെ തുരത്താൻ വേണ്ടിയിട്ട് എത്ര എഫക്റ്റീവായിട്ടുള്ള എന്ത് സാധനം ആഡ് ചെയ്യാമെന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു മൈലാഞ്ചിയിൽ ഈ ഒരു സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയത്. പിന്നെ ഞാൻ ഇതുവരേക്കും എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ എപ്പോൾ വന്നാലും എനിക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. വേറെ ഒരു ഹെയർ ഓയിലിൻ്റെ ഹെയർ പാക്കിൻ്റെ പുറകെ ഓടേണ്ടി വന്നിട്ടില്ല. ഈ ഒരു ഹെയർ പാക്ക് മാത്രം മതി എൻ്റെ ആ ഒരു ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലത്തെ കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോസൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു പാക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ഒറ്റത്തവണ യൂസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം എനിക്ക് ഈ ഒരു പാക്ക് റിപ്പീറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് ഈ ഒരു ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഫസ്റ്റ് ഞാൻ ഒരു തവണ യൂസ് ചെയ്തു, അതായത് തലേന്ന് നൈറ്റ് തന്നെ ഞാൻ പാക്ക് ഉണ്ടാക്കി വെച്ചു. പിറ്റേന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്ത്തിലേക്കും വളരെ കുറച്ച് ഓയിലൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു പാക്ക് ഫുള്ളായിട്ടൊന്ന് സ്കാൽപ്പ് ഫുള്ളായിട്ട് കവറപ്പ് ആകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ വാഷ് ഔട്ട് ചെയ്ത് കളയുമ്പം അത്യാവശ്യം തിക്കായതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് എന്താ പറയുക ഒന്നത് ഇളകാൻ പാകത്തിലായതിനു ശേഷം നന്നായിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് തിക്കായ ഒരു പേസ്റ്റായ കാരണം പെട്ടെന്നത് അല്ലെങ്കിൽ മുടി പൊട്ടാനും കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പെട്ടെന്ന് കഴുകുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് അതൊന്ന് കുതിർന്നിട്ട് കഴുകണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അന്നത്തെ ഡേയിൽ ഈ ഒരു പാക്കിന് ശേഷം ഞാൻ വെറുതെ വെള്ളത്തിലാണ് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത്, പാക്ക് കഴുകി കളയുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം നന്നായിട്ട് ഹെയറിലും സ്കാൽപ്പിലൊക്കെ ഓയിലിട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഷാമ്പൂ ഇട്ടിട്ട് കഴുകുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ തവണയും ഞാൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉള്ള ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ശേഷം അത്യാവശ്യം നല്ല താരനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അല്ലാത്ത കെമിക്കൽ ഷാമ്പൂ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഷാമ്പൂ ഇട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത്യാവശ്യം മുടി അന്നത്തെ ഡേയിലും നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം 2 ദിവസം ഗ്യാപ്പിട്ടു. ഈ ഒരു ഫസ്റ്റ് ഹെയർ പാക്കിന് ശേഷം ഷാമ്പൂ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോർത്ത് ചീപ്പ് ഈ 2 സാധനങ്ങൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷമാണ് ആദ്യത്തെ ഹെയർ പാക്കിന് ശേഷം ഷാമ്പൂ വാഷ് ചെയ്ത ശേഷം യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തത് ഏത് ടവലാണോ അല്ലെങ്കിൽ തോർത്താണോ അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ശേഷം പിന്നെ ഉപയോഗിക്കുക. ആ ഒരു ഷാമ്പൂ വാഷിന് ശേഷം തല തോർത്താൻ അത് മാത്രമേ യൂസ് ചെയ്യാവൂ. അതുപോലെ തന്നെ ചീപ്പാണെങ്കിൽ കോമ്പ് നിങ്ങൾ അതിന് മുൻപ് വരെ ഉപയോഗിച്ചിരുന്ന ആ ഒരു കോമ്പ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഷാമ്പൂ വാഷിന് ശേഷം തലമുടി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ബെഡ് കവറും പില്ലോ കവറും ഒക്കെ ഒന്ന് മാറ്റിക്കോളൂ. അപ്പം അതിന് ശേഷം 2 ദിവസം ഗ്യാപ്പിട്ടു. അതിന് ശേഷം എഗെയിൻ ഞാൻ തലേ ദിവസം നൈറ്റ് എൻ്റെ പാക്ക് ഉണ്ടാക്കി വെച്ചു. പിറ്റേ ദിവസം ഞാൻ ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. വെറുതെ വെള്ളത്തിലാണ് കേട്ടോ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞത്. നെക്സ്റ്റ് ഡേ വീണ്ടും ഹെയറിൽ ഓയിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്തു. നന്നായിട്ട് അത്യാവശ്യം നല്ലോണം ഷാമ്പൂ എടുത്തിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തു.
അപ്പോൾ എഗെയിൻ വീണ്ടും ഈ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു. അതായത് ഈ ഒരു ഷാമ്പു വാഷിന് ശേഷം മുടി തോർത്തുന്നത്, മുടി ചീകുന്നത്, രണ്ടും തോർത്താണെങ്കിലും ചീപ്പാണെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്താലാണ് നമ്മുടെ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പോയി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് അത് നമുക്ക് കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഈ ഒരു പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലാണ് നമുക്കതിൻ്റെ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ, കറക്റ്റ് റിസൾട്ട് കിട്ടുകയും ഉള്ളൂ. അപ്പോൾ അങ്ങനെ 2 തവണ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്ത സമയത്തേക്ക് എൻ്റെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടിയിട്ടോ. ഇപ്പം ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല, പുരുക്കത്തിലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചൊറിച്ചിൽ ഒക്കെ പോയി സ്വസ്ഥം സമാധാനമായി. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കൂടെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം പിന്നെന്താ പറയുക, ഇനി എൻ്റെ ഡാൻഡ്രഫ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയി. പക്ഷെ മുടി കൊഴിച്ചിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുടി കൊഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് പരിപാടികളൊക്കെ തുടങ്ങണം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം എന്നെപ്പോലെയുള്ള ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കൊക്കെ അതും കൂടി ഒന്ന് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെന്താ പറയുക, അപ്പോൾ ഇപ്പം ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് പോയത് കൊണ്ട് തന്നെ ഇനിയും വരാൻ ചാൻസ് വീണ്ടും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ കെയറിങ് നിർത്താൻ പാടില്ല. അപ്പം ഇതിനു മുൻപ് ഞാൻ ഒരുപാട് ഹെയർ കെയർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.